നോക്കുന്നുണ്ടാവില്ല. ആദ്യം യാത്ര പറയുന്നത് കണ്ണായിരിക്കും. അപ്പോൾ ഈ കണ്ണ് ദുനിയാവിലേക്ക് അവസാനേ തുറക്കണുള്ളൂ. കുട്ടികൾ മനുഷ്യന്മാരെ നോക്കാറില്ല, അവർ വെള്ള കളർ നോക്കും. മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധം. ഇങ്ങനെ ബന്ധം പാലിച്ച് കുട്ടികളിങ്ങനെ പോരുന്നു. അവർക്ക് ഏറ്റവും രസകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കേൾക്കുക എന്നതാണ്. ഇത് ഉമ്മ ചൊല്ലിക്കൊടുത്തപ്പോഴാണ് ഉമ്മയും കുട്ടിയും തമ്മിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടായത്. പിരിയാൻ കഴിയാത്ത ബന്ധമുണ്ടായി. ആ ബന്ധം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യനോട് ഇതിൻ്റെ ഭാര്യ അല്ല എന്ന് ഒരിക്കൽ പറഞ്ഞ ഓളോടെ പേരേക്കാണ് പോകണം. ഉമ്മാനോട് 1000 വട്ടം പറഞ്ഞാലും ഉമ്മ തന്നെ ആയിരിക്കും. ബന്ധത്തിൻ്റെ ഊക്കാണത്, ബന്ധത്തിൻ്റെ ഊക്കാണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉമ്മ നമുക്കിങ്ങനെ ചൊല്ലിത്തന്നു. ഇത് ഇതേപോലെ ഭാര്യയും നമ്മളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചെല്ലുകയാണെങ്കിൽ ഇൽഫത്ത് എന്ന ബന്ധം ഭാര്യയും ഭർത്താവും ഉണ്ടാവും. മക്കളെയും കൂടിയും കൂട്ടിയാലോ എല്ലാവരും കൂടി ഭയങ്കര ബന്ധമായിരിക്കും. ഞാൻ പറഞ്ഞത് ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് തയ്യാർ ചെയ്തൊരു സംഗതിയാണ്. അത് വെറും പള്ളിക്ക് ചെല്ലാനുള്ളതോ മദ്രസ ചെല്ലാനുള്ളതോ മാത്രമല്ല, പെരയിലുമാണ് ഹദ്ദാദി അല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ കുടുംബം. ഒമാനിലെ സലാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ യമനിലേക്ക് പോകുന്ന ബോർഡറിൽ ഒരു പാറക്കല്ലിൻ്റെ അടിയിൽ സയ്യിദന്മാരുടെ വലിയൊരു ശ്മശാനത്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ പകൽ സമയം മുഴുവനായിട്ടും പനിയാണ്. പകൽ മുഴുവൻ പനി, പകൽ മുഴുവൻ ഇരുമ്പ് പണി. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയെടുത്ത, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരനാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്, അബ്ദുള്ള എന്നാണ് പേര്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുമ്പ് പണിയെടുക്കും. രാത്രിയായാൽ വൈകുന്നേരമായാൽ നേരം വരുന്നതുവരെ പനിക്കും, അതിശക്തമായ പനി. അങ്ങനത്തെ ഒരു മനുഷ്യൻ. നാട്ടുകാർ അദ്ദേഹത്തോട് ചെന്നിട്ട് അവരുടെ പ്രയാസങ്ങളും വേവലാതികളും പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തതാണ് ഹദ്ദാദ് റാത്തീബ് എന്നത്. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നത്. അതിൽ ഓരോ ദിക്റും വളരെ പ്രധാനമാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ 8 നാമങ്ങൾ ചേർത്തൊരു ദിക്റുണ്ടായില്ല. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാം. 8 നാമങ്ങൾ ചേർത്ത, ഈ ഇസ്ലാമിൽ മാത്രമല്ല ലോകത്തെ ധാർമ്മികത പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനക്കാരും 8 നാമങ്ങൾ ചേർത്താണ് പറയാറുള്ളത്. എല്ലാ മതങ്ങളിലും അതുണ്ട്, 8 നാമങ്ങൾ ചേർത്ത്. ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ 8 നാമങ്ങൾ ചേർത്ത് ഭയങ്കര രസകരമായ ഒരു ദിക്റാണ്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീർ യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഇങ്ങനെ ഓരോ ദിക്റ്. ഇതിങ്ങനെ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ ഭാര്യ ഭർത്താവ് മക്കള് തമ്മിൽ ഹൃദയബന്ധം, അതായത് ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാവും. ഉമ്മാനും നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്. ഉമ്മയും നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്. താരാട്ടുപാടിത്തുന്ന ബന്ധമാണ്. അതാണ് ഇതേ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, മക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനൊക്കെ നമുക്കൊരു ഒഴിവാണെന്ന് മാത്രം. നമ്മൾ ഹർത്താലിൽ അന്ന് പോലും പെരയിലിരിക്കൂല. ഹർത്താലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നാടൻ കോയിനെ അറക്കാനും പെരയിലിരിക്കാനും കുട്ടികളൊപ്പം ചോറിക്കാനുള്ള ദിവസമാണ്. എന്നാൽ പോലും നമ്മൾ പെരയിലിരിക്കൂല. അന്ന് എന്തെങ്കിലും ബൈക്കൊപ്പിച്ചിലെടുക്കലും പോകാൻ പറ്റുമോ നോക്കും. അന്നെങ്കിലും ഒന്ന് പെരയിലിരുന്നിട്ട് കുട്ടികളൊപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ, നമ്മൾ ഭാര്യൻ്റെ ഒപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാ നിലക്കും ഒഴിവുള്ള ദിവസമെങ്കിലും നന്നായിട്ടൊരു പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വലിയ തളികയിലാക്കിയിട്ട് എല്ലാവരും ചുറ്റുവറിയിരുന്നാണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട്, അതിനൊന്നും നമുക്ക് നേരമില്ല. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒപ്പാവും വേണം. രണ്ടും കൂടി നടക്കൂല. ഇതിന് നേരമുണ്ടെങ്കിൽ അവിടെ ഒപ്പാവാൻ പറ്റും. സ്വർഗത്തിന് ഏതായാലും ഒപ്പാണ്, അള്ളാഹു ഒപ്പാക്കി തരട്ടെ. ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ്. ആഗ്രഹിച്ചാവും. ഒരു വക്ത് നിസ്കാരം ഖള ആയാൽ 50,000 കൊല്ലം ഭാര്യയും ഭർത്താവും പിരിയണം. 5 കൊല്ലം നമുക്ക് പിരിയാൻ പറ്റില്ലല്ലോ. 5 കൊല്ലം പിരിയാൻ പറ്റാത്ത നമ്മളും നമ്മുടെ ഭാര്യയും ഒരു വക്ത് നിസ്കാരം ഖള ആയാൽ 50,000 കൊല്ലം കാണാതിരിക്കണം മഹ്ശറിൽ. ഓരോ വക്തിനും അങ്ങനെയാണ്. അതിലാണ് യഥാർത്ഥത്തിൽ സങ്കടം വേണ്ടത്, അതിലാണ് നമുക്ക് വിഷമം വേണ്ടത്. അതിൽ വിഷമിച്ചവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാൻ പറ്റും. സ്വർഗം വലിയൊരു സംഗതിയാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അമാ ബാലുക്കും, എന്താ എൻ്റെ പൂതിന്ന്. അമാ ബാലുക്കും എത്തണ്ണിയപ്പം എൻ്റെ പൂതി എന്നാണ് അതിനെ മലയാളത്തിൽ കൊടുത്താൽ അതിൻ്റെ അർത്ഥം. കുറേ നേരമായില്ലേ ഇങ്ങനെ നോക്കിക്കണം, എന്താ എൻ്റെ പൂതി എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, നബിയേ, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് എനിക്കിങ്ങനെ നിൽക്കാം.
സ്വർഗത്തിൽ എല്ലാവരും എത്തിയാൽ തന്നെ നബിയെ നിങ്ങൾ വലിയ ദറജയിലും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുമോ നബിയെ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല. സ്വർഗം നമ്മുടെ ഒരു ചിന്താവിഷയം തന്നെ ആണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും സ്വർഗത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം വരുന്നത്. ഇപ്പോൾ നമുക്ക് കുട്ടികളോട് നല്ല ഇഷ്ടമല്ലോ, കുട്ടികളോട് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. സ്വർഗത്തിലുണ്ട്. അതാണ് എല്ലാവർക്കും ചുവന്ന റോസാപ്പൂ ഇഷ്ടല്ലേ? ചുവന്ന റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താ കാരണം? ചുവന്ന റോസാപ്പൂ സ്വർഗത്തിലുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിന്റെ മണമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് ആഗ്രഹം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പാട്ട് എന്തേ പാട്ട് ഇഷ്ടമാകാൻ കാരണം? ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട് ഉണ്ട്. അപ്പം മൂപ്പർക്കൊരു സംശയം, സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരം? നബിയെ സ്വർഗത്തിൽ എങ്ങനെ ഇക്കാരം പാട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, സ്വർഗത്തിലെ പാട്ട് ഹംദ്, സ്വലാത്ത്, തസ്ബീഹ് തുടങ്ങിയവ ചേർന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബിയെ സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. അതെങ്ങനെ ഇക്കാരം എന്ന് ചോദിച്ചു. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ കാറ്റുണ്ട്, ആ കാറ്റിനെ വിളിക്കും, എന്നിട്ടൊരു പാട്ട് പാടാൻ പറയും. അപ്പൊ സ്വർഗത്തിലെ മുളങ്കാട്ടിലേക്ക് അത് പ്രവേശിക്കും. അങ്ങനെ സ്വർഗത്തിലെ മുളങ്കാട്ടിൽ ചെന്നിട്ട് അതിങ്ങനെ പാട്ട് പാടുമ്പോൾ, ഞാൻ ഈ ഹദീസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് മുള എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത സാധനമാണല്ലോ, ഭൂമിയിലെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള സാധനം എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ സ്വർഗത്തിലെ പാട്ട് പാടുന്ന സാധനമാണത്. യഥാർത്ഥത്തിൽ മുള ഇവിടെ തന്നെ പാട്ട് പാടുന്നുണ്ടല്ലോ. മുള എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് തന്നെ പാട്ട് പാടുന്നുണ്ട്. ഉമർ ഖയ്യാമാണ് മുളയുടെ പാട്ട് ഏറ്റവും നന്നായി വിശദീകരിച്ചത്. ഒരു മുളയിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാന തണ്ടിൽ അത് വെച്ചിങ്ങനെ ഒരുതിയാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാണെന്നാ. രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പോകാനുള്ള ദാഹം, അതാണ് യഥാർത്ഥത്തിൽ മുളയുടെ കരച്ചിൽ എന്ന് ഉമർ ഖയ്യാം പറഞ്ഞിട്ടുണ്ട്. ജിമായിൽ എന്താ ഉള്ളത്? രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ശരിക്കും അതിലുള്ളത്. തൗഹീദാണ് ശരിക്കും അതിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അതിന് സ്വർഗീയമായ അമൽ എന്ന് പറയാൻ കാരണം. സ്വർഗത്തിനെ കുറിച്ച്, സ്വർഗീയ സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ജിമായിനെ കുറിച്ച് പറയാൻ അതാണ് കാരണം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളോട് ദുനിയാവിൽ ഇഷ്ടം തോന്നുന്നുണ്ടോ അതെല്ലാം സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് ഇഷ്ടം. പാമ്പിനോട് നമുക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനോട് നമുക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? തേള് സ്വർഗത്തിലില്ല. ഇത് നമ്മൾ ആഗ്രഹമായിട്ട് മാറുമ്പോൾ നമ്മളെ ഷോക്കേസിലുള്ള നരകത്തിലുള്ള എല്ലാ സാധനവും വലിച്ചെറിയണം പോയിട്ട്. സ്വർഗം നമ്മളൊരു ആഗ്രഹമാണെങ്കിൽ നമ്മളെ പ്രവർത്തനം അതിനനുസരിച്ച് വരണമല്ലോ. അപ്പം നമ്മളെ ഷോക്കേസിൽ നരകത്തിലുള്ള കുറേ സാധനം ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ തേള്, പിന്നെ റബ്ബറിൻ്റെ പാമ്പ്, അതൊക്കെ എടുത്തെറിഞ്ഞിട്ട് വല്യപ്പ പണ്ട് ഒതുണ്ടാക്കിയെന്ന ഓടിൻ്റെ കിണ്ടില്ലേ അട്ടത്ത്, അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നല്ല പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വരതിയിട്ട് ഉഷാറാക്കിയിട്ട് കൊണ്ടുവയ്ക്കുക. എന്തേ കാരണം? കാരണമാണ് വേണ്ടത്. എന്താ കാരണം? സ്വർഗത്തിൽ കിണ്ടിയുണ്ട് എന്ന് ഖുർആനിലുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. സ്വർഗം നമുക്ക് പൂതി ഉണ്ടെന്ന് വന്നാൽ പോരാ, പൂതി ഉള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണമല്ലോ. പൂതിയുള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണം. അതുകൊണ്ട് ഈ അമൽ സ്വർഗത്തിലേക്കുള്ളതാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളതാണ് ശരിക്കും. അതിൽ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ അത് കിട്ടും. ഓരോ കാര്യങ്ങളും സ്വർഗത്തിലേക്കുള്ളതാന്ന് കിട്ടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തുഖ്സിനീ ഹീന യുബഅസുൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എൻ്റെ റബ്ബേ ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷനാക്കരുത്. ഹീന യുബഅസുൻ, ബീസത്തിന്റെ നാളില്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാണത്. ആർക്ക് ഉപകാരം ചെയ്യൂല എന്നല്ല, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിങ്കിൽ ചെന്നവനല്ലാതെ. അപ്പൊ ഖൽബുൻ സലീമോടുകൂടെ ചെല്ലണം. എന്തിന്? സ്വർഗത്തിൽ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടാനേ. അപ്പൊ മക്കൾ സ്വർഗത്തിലേക്കുള്ളതാണ് എന്നർത്ഥം. മുതലും സ്വർഗത്തിലുള്ള തന്നെയാണ്. അള്ളാഹു തആല നമുക്ക് മുതൽ തന്നിട്ടുള്ളത് അള്ളാഹു തആല നമുക്ക് നാവ് തന്നിട്ടുള്ളത് ദിക്ർ അല്ലാനാ. അള്ളാഹു തആല നമുക്ക് സമ്പത്ത് തന്നിട്ടുള്ളത് സ്വർഗം വാങ്ങാനാ. അള്ളാഹു തആല നമുക്ക് മക്കളെ തന്നിട്ടുള്ളത് സ്വർഗം വാങ്ങാനാ. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്തു തന്നതാണ്. നമ്മളെ നിഅമത്തും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഒക്കെ ദുന്യാവായി മാറിയെന്ന് മാത്രം. മോന് ഗൾഫിലാണ്, ഓനവിടെ ഭയങ്കര നിയമത്താണെന്ന് പറഞ്ഞാൽ എന്നും കോയിട്ടുന്ന അതിനർത്ഥം വെച്ച് നമ്മൾ. വാപ്പ ഗൾഫിലാണ്, അവിടെ ഭയങ്കര റഹ്മത്താണെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്ന് നമ്മൾ അർത്ഥം വെച്ചത്. നിയമത്ത് ബർക്കത്ത് റഹ്മത്ത് റാഹത്ത് സലാമത്ത് ഇതൊക്കെ സ്വർഗത്തിലാണ്. അതൊക്കെ സ്വർഗമാണ് ശരിക്കും. ഒരുപാട് മുതലുണ്ട്. അത് റഹ്മത്താവണമെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവന് സ്വർഗം വാങ്ങാൻ പറ്റണം. ഒരാൾക്ക് 10 മക്കളുണ്ട്. അതവന് റഹ്മത്തും റാഹത്തും സലാമത്തും ആവണമെങ്കിൽ ആ മക്കളെ കൊണ്ട് അവന് സ്വർഗം കിട്ടാൻ കാരണമാവണം. അപ്പോഴേ കാര്യമുള്ളൂ. 106 മക്കളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 106 മക്കള്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. അനസ് ബിൻ മാലിക് ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മു സുലൈമിനെ രണ്ടാമത് വിവാഹം കഴിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ് വിവാഹം കഴിക്കുന്നത്. അബൂ തൽഹയാണ്. അപ്പോൾ കല്യാണം കഴിച്ച് ഉമ്മ പോവുകയാണ്. അപ്പോൾ കുട്ടിനെന്താ കാട്ടുക എന്നുള്ളൊരു പ്രശ്നം വന്നു. അവൻ നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉമ്മു സുലൈമിനെ രണ്ടാമത് വിവാഹം കഴിച്ച അബൂ സുലൈം റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് നബിൻ്റെ അടുത്ത് വന്നു. ഈ ഉമ്മു സുലൈം അബൂ സുലൈം എന്ന് പറഞ്ഞാൽ അബൂ തൽഹയാണ് അബൂ സുലൈം എന്ന് പറഞ്ഞത്. അബൂ തൽഹയുടെ ഭാര്യയാണ് ഉമ്മു സുലൈം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു മാതൃകാപരമായ ഭാര്യയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും നോക്കണം എന്ന്. അതായത് കുട്ടി മരിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം പിന്നെ ഭാര്യ ഭർത്താവിനനുസരിച്ചു, ഭക്ഷണം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അവസാനം അള്ളാഹു നമ്മുടെ അടുത്ത് തന്നിരുന്ന അമാനത്ത് അവൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവം, അതാണ് അബൂ സുലൈം ഉമ്മു സുലൈം എന്ന് പറയുന്നത്. ഈ ഉമ്മു സുലൈം, ഈ അബൂ തൽഹ ഈ ശരിക്കും ഉമ്മു സുലൈമിനെ വിവാഹം ചെയ്യാനുള്ള കാരണം തന്നെ അബൂ തൽഹയ്ക്ക് ഉമ്മു സുലൈമിനോട് താല്പര്യം തോന്നി. ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. മുസ്ലിം ആവുകയാണെങ്കിൽ കല്യാണം കഴിക്കാറുണ്ട്. അങ്ങനെയാണ് അബൂ തൽഹ മുസ്ലിമായി വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് നല്ല ഉയർന്ന മനുഷ്യനായി മാതൃകാപരമായ ദമ്പതികളിലാണ് ആരെ എണ്ണിയത്? അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും എണ്ണിയത്. ഈ ഉമ്മു സുലൈം എന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ച് അബൂ തൽഹയുടെ കൂടെ പോണ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഉണ്ടായി കൊടുത്തു. കൊണ്ടുപോയിട്ട് എളാപ്പ പറഞ്ഞു, അതായത് ഉമ്മു സുലൈമിന്റെ രണ്ടാം ഭർത്താവായ എളാപ്പ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അനസുമോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദ്വാരനാ മതി. അപ്പം ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസിനെ മാലിലും ഔലാദിലും ബർക്കത്ത് ചെയ്യണേ എന്ന് തോരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങളും ആയിഷ ബീവിയും ഒരു തലയണമ്മ തല വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലയണമ്മ ഇവിടെ തല വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കിടക്കും. ആ പെരയിൽ വേറെ തലയണ ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ട് കിടക്കും. അത്രയും ചെറുപ്പത്തിൽ നബിൻ്റെ ഒപ്പം കൂടി ഇതായിരുന്നു. കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം മദീനയിൽ അനസ് ബിൻ മാലിക്കിന് മാത്രമായിരുന്നു. റളിയല്ലാഹു അൻഹു 106 മക്കളുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു 106 ഹാഫിളീങ്ങളാണ്. നമ്മൾ മരിച്ചെടുക്കുമ്പോൾ ഒന്ന് ഓതണമെങ്കിൽ വാടക ആളെ കൊണ്ടണ്ടേ. അനസ് റളിയല്ലാഹു അൻഹു 106 ഹാഫിളീങ്ങളായ മക്കളുണ്ടായി. അപ്പൊ മക്കള് മുതല് എന്നൊക്കെ പറഞ്ഞത് സ്വർഗം വാങ്ങാനുള്ളതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആവണം. എന്തിനാ നമുക്ക് കുട്ടികൾ? എന്തിനാ നമുക്ക് കുട്ടീന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മളെ കൽബക്ക് വരിക വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ്. ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരിക അതാണ്. വയസ്സാവുമ്പോൾ നോക്കാനാണെന്നാ. നമ്മളെ വയസ്സാവുമ്പോൾ നോക്കാൻ ഒരു കുട്ടി വേണമെന്ന് ആര് പറഞ്ഞെന്നാ? നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ നോക്കി അല്ലാഹു തആലക്ക് വയസ്സാവുമ്പോൾ നോക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് പറയല്ലോ. ആരോഗ്യമില്ലാതെ നിന്നെ ഹജ്ജിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നിന്റെ റബ്ബിന് കഴിയല്ലോ. റബ്ബിനത് കഴിയുമല്ലോ. ഒരാരോഗ്യമില്ല, നീച്ചാൻ വെച്ചെങ്കിലും എന്നെ മക്കത്തും മദീനത്തും കൊണ്ടുപോയിട്ട് ഹജ്ജ് ഉംറയും നിർവഹിച്ചു കണ്ട് തിരിച്ചുകൂടെ കൊടുന്നാക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെങ്കിൽ എന്തിനാ ആരോഗ്യത്തുമ്പോൾ കണക്ട് ചെയ്യണം? അതിന് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നാ പറയേണ്ടത്. തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം പോകണം എന്നാ പറയേണ്ടത്. ആരോഗ്യത്തുമ്പോൾ കണക്ട് ചെയ്യണ്ട.
എന്ന മാതിരി കുട്ടികൾ എന്തിനാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മളെ മനസ്സിക്ക് വരിക വയസ്സാവുമ്പോൾ നോക്കാനാണ് എന്നാ. അതാണ് ഇബ്രാഹിം നബി തോരുന്നത്, പഠിച്ചോനെ അങ്ങനെ ആയാൽ ഞാൻ ടെൻഷനാകും. റബ്ബിലാ തുഹ്സിനീ ഹീന യുബഅസൂൻ, ബീസത്തിന്റെ നാളിൽ എന്നെ നീ ടെൻഷനാക്കരുത് റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാണത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ. പഠിച്ചോനെ എനിക്ക് ഇജ്ജല്ലാതെ ആരുമില്ലല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ അവന് മക്കളെ കൊണ്ട്, അതാണ് ഖൽബുൻ സലീം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയം. അല്ലാഹ് എനിക്ക് ഇജ്ജ് മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാൽ മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ 3 മക്കളുണ്ട്, ഒരാൾ സൗദിയിലാണ്, ഓൻ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തവൻ കുവൈത്തിലാണ്, ഓൻ പൈസ ഒക്കെ ഉണ്ട്, 3-മത്തവൻ കോളേജ് വെക്കേഷനിലാണ്, വീട്ടിലിരിക്കാൻ ഓനുണ്ട്, വാപ്പ ആശുപത്രിക്ക് പോവുകയാണ്. വാപ്പ അങ്ങനെ മനസ്സോട് വിചാരിച്ചു, പൈസ വെക്കാൻ ആശുപത്രിയിൽ നിൽക്കാൻ 1-മത്തവൻ ലീവിന് വന്നു, പൈസ വെക്കാൻ 2-മത്തവൻ കുവൈത്തിൽ, പെരയത്തെ കാര്യം നോക്കാൻ 3-മത്തവൻ നാട്ടിൽ, ആശുപത്രിയിൽ ഒന്ന് റാഹത്തായിട്ട് പോയി കിടക്കട്ടെ എന്ന് കരുതി. വാപ്പ പോയാൽ 3 ദിവസം തിരക്കുണ്ടാവില്ല. 4-മത്തെ ദിവസം ഫോൺ എടുത്തിട്ട് മറവ് പോയിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് വിളിക്കും, കുഞ്ഞോളെ കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാന്. അവനെ വാപ്പ ആശുപത്രി കിടക്കുമ്പോൾ ഒന്ന് പോയിക്കോ, ഒഴിവില്ലാത്ത നമ്മളെന്തിനു പറ്റുക? ചെവിയോണ്ടാണ് കേൾക്കേണ്ടി വരും. എനിക്ക് എൻ്റെ മക്കളുണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ, റബ്ബേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലേ ഓന് ഒറ്റ മോൻ മതിയാവും, ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. എന്തിനാ നമുക്ക് കുട്ടികൾ? അത് കറക്റ്റ് തീരുമാനിക്കണം. നമുക്ക് എന്തിനാ മക്കൾ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് മാത്രമേ നമുക്ക് കുട്ടികളെ ആവശ്യമുള്ളൂ, വേറെ ഒന്നിനും ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ആ നെയ്യത്തിൽ നിൽക്കുമെങ്കിൽ കുട്ടികൾ നന്നാ, വേറെ വഴി വേണ്ട. നന്നായി ഈ നെയ്യത്തിൽ കറക്റ്റ് നിൽക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി. എല്ലാ കാര്യവും ഇങ്ങനെയാണ്, കറക്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റണം. അതുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അപ്പോൾ ഒന്നാമതായി നമ്മളെ കൽബിക്ക് വരിക വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാ. രണ്ടാമതായി പിന്നെ നമുക്ക് വരിക കുറേ സ്വത്തും മുതലൊക്കെ ഇല്ല, അതിനൊരു അനന്തരാവകാശം വേണ്ടേ? ആരാ പറഞ്ഞു അതിന് അവകാശമാണെന്ന്? നമ്മൾ മരിച്ച് കുറേ സ്വത്തും മുതലൊക്കെ അന്യാധീനപ്പെട്ടു, ഗവൺമെൻറ് കണ്ടു കെട്ടി, എന്നാൽ എന്ത് ചേമ്പ വരാനുള്ളത്? ഒന്നും വരാനില്ല. മക്കൾ ഉണ്ടായാലേ ബുദ്ധിമുട്ട് പോലെ, അതുകൊണ്ട് ഇങ്ങനെ തല്ലുകൂടി കണ്ടുക്കും. ആരെ പറഞ്ഞു അതിന് അനന്തരാവകാശമാണെന്ന്? അതിനൊന്നും കുട്ടികളെ വേണ്ട. കുട്ടികൾ വേണ്ടത് 120 വരി സ്വർഗത്തേക്ക് നിരന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ വരിയിൽ ഓരോന്ന് 80 മുഹമ്മദ് നബിയുടെ ഉമ്മത്തേക്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം. 80 വരി, അതിലൊരുപാട് മക്കളെ വേണം. അതിനാണ് യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടി. ഈ നിയ്യത്തിൽ അതാണ് ഉമർ റളിയല്ലാഹു വരുന്നത്. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല. നബിയെ എനിക്ക് എൻ്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ് ഇഷ്ടം. അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലയോ ഉമറേ, എൻ്റെ എളാപ്പ മുസ്ലിമാകുന്നത് നിന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. നിങ്ങൾക്ക് നിങ്ങളെ എളാപ്പ മുസ്ലിമാണല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അതന്നെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അതുകൊണ്ട് മക്കൾ നന്നാവണം, അത് വലിയൊരു ആഗ്രഹമാണ്. അത് നമ്മളെ നിയ്യത്ത് ആദ്യം നന്നാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ സമസ്തക്കും അതിൻ്റെ അനുബന്ധ സംഘടനകൾക്കുമൊക്കെ ഖിദ്മത്ത് എടുക്കുന്നത് ആഖിറം സലാമത്താകാനാണ്. വേറെ നമുക്ക് യാതൊരു ലക്ഷ്യമില്ല. ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ആ വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. അവരെ നമുക്ക് കാണിച്ചെന്ന പാതക യഥാർത്ഥത്തിൽ അതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്ക് വളരെ വലിയ നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമ, ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കൾ, അവരുടെ പിന്നിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് റൂട്ട് തെറ്റൂല. ഇതൊരു കറക്റ്റ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കറക്റ്റ്. അതുകൊണ്ട് ഞാൻ പറയണത്, മക്കളെ എല്ലാവരും സമസ്തയുമായി അടുപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമസ്തയുമായി അടുപ്പിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെയും അവസാനത്തെ വാക്കിനെയാണ് സമസ്ത എന്ന് പറയുന്നത്. അതിനാണ് സമസ്ത എന്ന് പറയുന്നത്. സമസ്ത ഇവിടെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇപ്പം നമ്മളൊക്കെ തന്നെ സൗദിയിലൊക്കെ ചെന്ന് മക്കത്ത് ചെന്ന് ഹറമിലൊക്കെ ചെന്നാൽ അവിടെ തൂണിൻ്റെ ചോട്ടിൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവർ ഫാത്തിഹ ശരിയാക്കുന്ന കാണാം. ഫാത്തിഹ അവർക്ക് തെറ്റാണ്. അല്ലെങ്കിലോ പാഠം കുൽഹുവല്ലാഹ് അതിൽ 3-4 തെറ്റെന്ന് പറഞ്ഞ മാതിരിക്കാരോ ഫാത്തിഹ തന്നെ 5-6 തെറ്റുണ്ടാവും. എന്തായാലും കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ കൂടെ സിയാറത്തിന് പോകുമ്പോൾ
നല്ല തലകെട്ടും താടിയും നീളം കുപ്പായുള്ള ആൾക്കാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൂത്രയിച്ചാൽ മനരിക്കാൻ നീച്ചു പോകും. ഓൽക്ക് അറിയില്ല മൂത്രയിച്ചാൽ എന്താ വേണ്ടതെന്ന്. നമ്മളൊരു 3ാം ക്ലാസ് പഠിക്കണേ അല്ലെങ്കിൽ 2ാം ക്ലാസ് പഠിക്കണേ 7 വയസ്സുള്ളൊരു മോനെ വിളിച്ചിട്ട് മോനെ മൂത്രയിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വെള്ളം കൊണ്ട് മരിക്കണം എന്ന് പറയും. മോനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കല്ലുകൊണ്ട് മരിക്കണം എന്ന് പറയും. അത്രയും കറക്റ്റാണ്, അത്രയും കറക്റ്റാണ്. ഒരു 45, 50, 60 വയസ്സായ ഒരാൾക്ക് 55ാമത്തെ വയസ്സിലാണ് ഒന്ന് നന്നാവണമെന്ന് തോന്നിയത്. ആരോടും ചോദിക്കാതെ ഓനെ ഒതുണ്ടാക്കി നിസ്കരിക്കാൻ പറ്റും. എന്തേ? സമസ്ത ഓനവിടെ ആദ്യം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സമസ്ത ഓനവിടെ ആദ്യം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാനും നോൻപൊരുക്കാനും യുദ്ധത്തിൻ്റെ കാരണങ്ങളും സക്കാത്തിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായി ഒരു മുഅ്മിൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാം സമസ്ത സമയാസമയങ്ങളിൽ പഠിപ്പിച്ചു വെച്ചു. തബറുക്കുള്ള ഒരു പ്രസ്ഥാനാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഒരു പണിയില്ലാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോൾ സമസ്ത ഉണ്ടാക്കിയതെന്ന് നമ്മൾ വിചാരിക്കരുത്. മൂപ്പർക്ക് ഏതായാലും ഒരു പണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സമസ്ത ഉണ്ടാക്കി അങ്ങനെ വിചാരിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായിരുന്നു ചാപ്പനങ്ങാടി വാപ്പൂലര് പ്രസിഡൻ്റായിരുന്നു. കോട്ടക്കലുള്ള ചെമ്മുക്കം കുഞ്ഞാപ്പു ആജി എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആൾ. ഞങ്ങളിൽ പല ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനിയൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് മടക്കിയപ്പോൾ വാപ്പൂലടുത്ത് പോയി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങാണ്. പെരേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം, ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കൊടുന്നെടുത്തു. ഈ ചായ കുടിച്ചാളി, ഒക്കെ കുടിച്ചാളി പറഞ്ഞു. അങ്ങനെ മൂപ്പര് വർത്താനം അങ്ങനെയാണ്, ഒക്കെ കുടിച്ചാളി പറഞ്ഞു. മൂപ്പര് എന്ത് ചെയ്തു, ആ ചായ കുടിച്ചു. പൊടി ഉണ്ടായിരുന്നു അടിയിൽ, അതും കൂടി കുടിച്ചു. ഒക്കെ കുടിച്ചാനല്ലേ പറഞ്ഞേ, ചായപ്പൊടിയാണ് കുടിച്ചോ ചോദിച്ചു. ആ കുടിച്ചു പറഞ്ഞു. എന്നാൽ ഒരുക്ക പൈക്കോളിട്ടോ പിന്നെ പോണ്ടായിരുന്നു. ചെമ്പക്കും കുഞ്ഞാപ്പോജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും കുഞ്ഞാപ്പോജി ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാപ്പൂലർ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു നടന്നപ്പോൾ സമസ്ത ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, മഹത്തുക്കളായ ആളുകൾ, ഔലിയാക്കന്മാർ, അവർ ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളീയ മുഅ്മിനീങ്ങളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴി എന്ന നിലയിൽ അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. മക്കളെ ആ റൂട്ടിലേക്ക് തിരിക്കുകയും വേണം. അത് സത്യപാതയാണ്, അത് ശരിയായ മാർഗ്ഗമാണ്, അത് വിജയത്തിൻ്റെ വഴിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ മണ്ണിറഞ്ഞ മഹത്തുക്കളുടെ കൂടെ അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഇരിക്കണം. കുറഞ്ഞ സമയം കൂടിയുള്ള ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മജ്‌ലിസ് നൂർ ജലിൽ കൂട്ടമായിട്ട് അസ്ർ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പം എല്ലാവരും ഇരിക്കണം. ആരും സദസ്സിന് അലങ്കാരമായി നിൽക്കുന്നതിന് ശേഷം നടക്കുന്ന